കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില നാളുകൾക്ക് ശേഷം പത്തനംതിട്ട SPS ഒരുക്കുന്ന ഈ വചന പഠന പരമ്പരയുടെ ഒരു ഭാഗമായിട്ട് കടന്നു വരുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, മഹിതപ്പെടുത്തുന്നു. പ്രൈസ് സഹോദരൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് മുതൽ ഈ മാസത്തിലെ പ്രാരംഭ തിങ്കളാഴ്ച ആയ ഇന്ന് മുതൽ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞിട്ടുള്ള ഉപമകളാണ്. ആ ക്ലാസ്സുകളിലേക്ക് ഇന്ന് സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എനിക്കറിയാം പത്തനംതിട്ടയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്വാഗതവും വന്ദനവും അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. 5 ക്ലാസ്സുകളായിരിക്കും ഈ മാസം, 5 തിങ്കളാഴ്ചകൾ ഉള്ളത് കൊണ്ട് 5 ക്ലാസ്സുകളായിട്ടായിരിക്കും നമ്മുടെ ഈ വിഷയം. കർത്താവ് 5 ഉപമയല്ല, അനവധി ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കഴിയുന്നത്ര ഉപമകൾ നമുക്ക് ചിന്തിക്കുവാൻ ശ്രമിക്കാം. ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉപമകളുടെ കുറിച്ചുള്ള എങ്ങനെ ഉപമകൾ പഠിക്കാം എന്നത് ആയിരിക്കും വിഷയമായിരിക്കുന്നത്. ബാക്കി 4 പ്രാരംഭ തിങ്കളാഴ്ചകളിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള ഉപമകളാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് അധികം മുഖവര ഇല്ലാതെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു ഉപമയിലേക്ക് കടക്കാം. വളരെ പ്രസിദ്ധമായ ഉപമകളിലേക്ക് കടക്കുന്നില്ല, എന്നാൽ അധികം നാം പ്രസംഗിച്ച് കേൾക്കാത്തതായിട്ടുള്ള ഉപമകളായിരിക്കും ദൈവം അനുവദിച്ച് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഉപമകൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ടായിരിക്കും നാം ചിന്തിക്കുന്നതും അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, വ്യക്തി ജീവിതങ്ങളിൽ അനുഗ്രഹവും കർത്താവിന് മഹത്വം വരുത്തുന്നതുമായി തീരട്ടെ. അതിനായി ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന് 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു ഉപമ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എല്ലാ വാക്യങ്ങളും പ്രാരംഭത്തിൽ വായിക്കുന്നില്ല, പിന്നാലെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മാത്യു ചാപ്റ്റർ 20 വേഴ്സസ് 1 to 3. മത്തായിയുടെ സുവിശേഷം 20-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായി തരാമെന്ന് അവരോട് പറഞ്ഞു. 4 വാക്യങ്ങൾ വായിച്ചു കേട്ടു. ഈ ഉപമ നമുക്കൊക്കെ പരിചിതമാണ്. പല ഘട്ടങ്ങളിൽ നാം ഇതിലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്, പറഞ്ഞു കേട്ടിട്ടുമുണ്ട്, ഉപയോഗിക്കാറുമുണ്ട്. അതുകൊണ്ട് ആ നിലകളിലൊക്കെ ഈ ഉപമ വളരെ അറിയാവുന്നതാണെങ്കിലും അനേക പ്രിയപ്പെട്ടവർ തെറ്റായിട്ട് ഈ ഉപമയെ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാറ്. അതുകൊണ്ട് ഈ പഠനം കർത്താവ് എന്തിനാണ് ഈ ഉപമ പറഞ്ഞിരിക്കുന്നത് അതേ ആശയത്തിൽ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗരാജ്യത്തെക്കുറിച്ചും ആത്മീയ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ആ കാലത്തുണ്ടായിരുന്ന പല സംഭവങ്ങളെയും ഉദാഹരണങ്ങളായി ചേർത്ത് പറഞ്ഞിട്ടാണ് സ്വർഗരാജ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുക. അത് തന്നെയാണല്ലോ ഉപമയുടെ ഉദ്ദേശവും തന്നെ. ഒരു കാര്യത്തെ മനസ്സിലാക്കുവാൻ, അറിയാത്ത ഒരു കാര്യത്തെ വ്യക്തമായി പഠിപ്പിക്കുവാൻ വേണ്ടി അറിയുന്ന ഒരു സംഭവത്തെ ഉദാഹരണമായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ കർത്താവ് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുവാൻ വേണ്ടി ആ നാളിൽ ഉണ്ടായിരുന്ന മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരെയാണ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നത്. കർത്താവ് തീർച്ചയായിട്ടും ആ നാളുകളിൽ ഉണ്ടായിരുന്ന വേലക്കാരെയും, പ്രത്യേകിച്ച് തോട്ടത്തിൽ ജോലി ചെയ്യുന്ന വേലക്കാരെയും അവരുടെ പ്രശ്നങ്ങളും അവരുടെ പൊതുവെയുള്ള പിറുപിറുപ്പുകളും അവരുടെ സംസാരവും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേൾവിക്കാരായിരിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കുവാനും സാധിച്ചു. ഈ ക്ലാസിന്റെ ഈ ഉപമയുടെ പ്രാരംഭത്തിൽ ഈ ഉപമയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്തല്ല ഈ ഉപമ പഠിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എന്തല്ല ഈ ഉപമ പഠിപ്പിക്കുന്നത്? ഒന്നാമതായിട്ട് എന്തല്ല ഈ ഉപമ പറയുന്നത്? രക്ഷയെക്കുറിച്ച് പറയുന്ന ഒന്നല്ല ഈ ഉപമ. അനേക ആളുകൾ രക്ഷയെക്കുറിച്ചാണ് ഈ ഉപമയിലൂടെ ഈ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരെ വിളിക്കുന്നതും അവർക്ക് വെള്ളിക്കാശ് കൊടുക്കുന്നതും കൂലി കൊടുക്കുന്നതും രക്ഷയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചും പറഞ്ഞും കേട്ടിട്ടുണ്ട്. അതിനുദാഹരണമായിട്ട് ചിലരൊക്കെ പറയാറുണ്ട്, ഇന്ന സഹോദരൻ, ചില ഒരു പക്ഷെങ്കിൽ ഒരാള് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ നാളുകളിൽ ഒരുപക്ഷെ ഒരു 90-ാമത്തെയോ 80-ാമത്തെ വയസ്സിലോ വല്ലോ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പൊതുവെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, 11-ാം മണി നേരത്ത് കർത്താവിനെ അറിഞ്ഞു എന്ന് പറയും. അപ്പോൾ ഈ ഉപമയിലെ ഒരു വാക്യം എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഈ ഉപമയിൽ പറയുന്ന സമയം എടുത്തിട്ടുമൊക്കെ 11-ാം മണി നേരത്ത് വന്നു, വേലക്കിറങ്ങി, അതുകൊണ്ട് കൂലി ലഭിച്ചു, രക്ഷ ലഭിച്ചു എന്നൊക്കെ പറയും.
അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പറഞ്ഞില്ലെങ്കിലും 11-ാം മണി നേരം എന്നൊക്കെ ഈ ഉപമയെ ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനമാക്കി പറയാറുണ്ട്. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ ഉപമ പറയുന്നത് രക്ഷയെക്കുറിച്ചുള്ള ബന്ധത്തിലല്ല. കർത്താവായ യേശു ക്രിസ്തു ആത്മരക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ചല്ല ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ പറയുന്നത് കൂലി വാങ്ങി, എന്നുവെച്ചാൽ ഒരു വെള്ളിക്കാശ് ലഭിച്ചു, കൂലി ലഭിച്ചു, അതുകൊണ്ടാണ് 11-ാം മണി നേരത്താണെങ്കിലും കൂലി കിട്ടും, അതുകൊണ്ട് 11-ാം മണി നേരത്താണെങ്കിലും ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്തും കർത്താവിനെ അംഗീകരിച്ചാൽ രക്ഷ ലഭിക്കും എന്നൊക്കെ പറയാറുണ്ട്. അത് ശരിയാണ്. ഏത് പ്രായത്തിലും എത്ര പ്രായമായാലും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെടും. എന്നാൽ ഇത് ഈ ഉപമയിൽ നിന്നും ആ നിലയിൽ പറയുവാൻ സാധിക്കുകയില്ല. ആ, പലരും ഈ കൂലിയോടുള്ള ബന്ധത്തിലാണ് രക്ഷ എന്ന് പറയാറുള്ളത്. ഒരിക്കലുമല്ല. കാരണം ഇവിടെ കൂലി എല്ലാവർക്കും ലഭിച്ചു. വന്ന വേലക്കാർക്ക് എല്ലാവർക്കും കൂലി ലഭിച്ചു. പക്ഷെ ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം, എല്ലാവരും വേല ചെയ്തിട്ടുണ്ടല്ലേ. 11-ാം മണി നേരത്ത് വന്നവരും വേല ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടരും പണിക്ക് ഇറങ്ങിയ സകല ആൾക്കാരും എന്ത് ചെയ്തു? പണിയെടുത്തു, പ്രയത്നിച്ചിട്ടുണ്ട്, വേല ചെയ്തിട്ടുണ്ട്. വേല ചെയ്തത് കൊണ്ടാണ് അവർക്ക് കൂലി കിട്ടിയത്. രക്ഷ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. നാം പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടത്, നമുക്ക് രക്ഷ ലഭിച്ചത്? ഒരിക്കലുമല്ല. ദൈവത്തിന്റെ ദാനമാണ്, സൗജന്യമായി. ഞാൻ ചെയ്ത പ്രവൃത്തിക്കുള്ള കൂലിയല്ല രക്ഷ. അതുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്തത് കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയില്ല. ദൈവം സൗജന്യമായി നൽകിയിരിക്കുന്നത് വിശ്വാസത്താൽ നാം സ്വീകരിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇത് രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവിടെ കൂലി എല്ലാവർക്കും കിട്ടി, എന്നാൽ എല്ലാവരും വേല ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂറെങ്കിലും വേല ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എല്ലാവർക്കും കൂലി ലഭിച്ചത്. അപ്പോൾ ഒന്ന്, എന്തല്ല ഈ ഉപമ പറയുന്നത്? ഇത് രക്ഷയെക്കുറിച്ച് പറയുന്നതല്ല. 2, എന്തല്ല ഈ ഉപമ പറയുന്നത്? ചിലർ പറയുന്നത് പ്രതിഫലത്തെ കുറിച്ച് പറയുവാനാണ്. നീ അവസാന സമയത്തും കർത്താവിന് വേണ്ടി അധ്വാനിച്ചാൽ അതിനുള്ള കൂലിയായിട്ട് പ്രതിഫലം നിനക്ക് കിട്ടുമെന്ന് പറയുന്നു. ഈ ഉപമ പ്രതിഫലത്തെ കുറിച്ച് പറയുന്നതുമല്ല. പലരും അങ്ങനെ ചിന്തിക്കാറും പഠിപ്പിക്കാറുമുണ്ട്. ഇത് പ്രതിഫലമാണ്, അവസാനം കർത്താവിന് വേണ്ടി ചെയ്താലും പ്രതിഫലം കിട്ടും. തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി നാം കർത്താവിന്റെ നാമമഹത്വത്തിനായി അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടെ എന്ത് നാം കർത്താവിന് വേണ്ടി ചെയ്താലും നിശ്ചയമായിട്ടും ദൈവം നമുക്ക് പ്രതിഫലം നൽകും. അത് തീർച്ചയായിട്ടും ഉള്ളതാണ്. എന്നാൽ ഈ ഉപമ പ്രതിഫലത്തെ കുറിച്ച് പറയുന്നതല്ല. എന്താ കാരണം? ഇവിടെ എല്ലാവർക്കും കൂലി ലഭിച്ചു, പക്ഷെ എല്ലാവരും ചെയ്ത പ്രവൃത്തി വ്യത്യസ്തപ്പെട്ടിരുന്നു. ചിലർ 1-ാം മണി നേരത്ത് ഇറങ്ങിയവരുണ്ട്, ചിലർ 3-ാം മണി നേരത്ത് ഇറങ്ങിയവരുണ്ട്, ചിലർ 6-ാം മണി നേരത്ത് ഇറങ്ങിയവരുണ്ട്, ചിലർ 9-ാം മണി നേരത്ത് ഇറങ്ങിയവരുണ്ട്, ചിലർ 11-ാം മണി നേരത്ത് ഇറങ്ങിയവരുണ്ട്. ഇനി അവര് സമയം പണി ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ ചിലർ 1 മണിക്കൂറേ ചെയ്തുള്ളൂ, ചിലർ 3 മണിക്കൂർ വേല ചെയ്തു, ചിലർ 6 മണിക്കൂർ വേല ചെയ്തു, ചിലർ 9 മണിക്കൂർ വേല ചെയ്തു, ചിലർ 11 മണിക്കൂർ വേല ചെയ്തു, ചിലർ 12 മണിക്കൂർ വേല ചെയ്തു. പക്ഷെ കൂലി കിട്ടിയത് എങ്ങനെയാ? എല്ലാവർക്കും ഓരോ വെള്ളിക്കാശ്. അതിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ല, എല്ലാവർക്കും ഒരുപോലെയാ. പ്രതിഫലത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. പ്രതിഫലം എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. പ്രതിഫലം വ്യത്യസ്തപ്പെട്ടിരിക്കും. നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 1 കൊരിന്ത്യർ 3:8 അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണമായിരിക്കും പ്രതിഫലം. അപ്പോൾ പ്രതിഫലം എങ്ങനെയാണ്? ഞാൻ എത്ര കർത്താവിന് വേണ്ടി ചെയ്യുന്നുവോ പ്രതിഫലം നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് കർത്താവ് നൽകുന്നത്. എന്നാൽ ഇവിടെ ഇതാ, എല്ലാവരും വേല ചെയ്തു, പക്ഷെ എല്ലാവരും ചെയ്തത് പല നിലകളിൽ ആണ് വേല ചെയ്തിരിക്കുന്നത്. ചിലർ കുറച്ചു സമയമേ ചെയ്തിട്ടുള്ളൂ, ചിലർ ഒരു ദിവസം മുഴുവൻ വേല ചെയ്തു. എല്ലാവർക്കും ലഭിച്ച കൂലി ഒന്നാണ്. ഒരുപോലെയാ കൂലി കൊടുത്തത്. പ്രതിഫലം അങ്ങനെയല്ല കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെയുള്ള പ്രതിഫലമാണോ? എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെയാണോ? അല്ല. കർത്താവിന് വേണ്ടി വേല ചെയ്തവർക്ക്, അധികമായി പ്രവർത്തിച്ചവർക്ക് അവർ ചെയ്ത പ്രവർത്തിക്ക് തക്കവണ്ണമാണ് കർത്താവ് പ്രതിഫലം നൽകുന്നത്. മുമ്പ് 2 കാര്യങ്ങൾ നാം ചിന്തിച്ചു. എന്തല്ല ഈ ഉപമ പഠിപ്പിക്കുന്നത്? എന്തല്ല ഈ ഉപമ പഠിപ്പിക്കുന്നത്? രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നതല്ല. കർത്താവ് രക്ഷയെക്കുറിച്ചല്ല ഈ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാർ വേല ചെയ്തതിന്റെ ആ ഉപമ കർത്താവ് പറയുന്നത്. 2, കർത്താവ് പ്രതിഫലത്തെ കുറിച്ചുമല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം, എന്തുകൊണ്ടാണ് കർത്താവ് ഈ ഉപമ സംസാരിച്ചത്? എന്തിനാണ് കർത്താവ് ശിഷ്യന്മാരോട് ഈ ഉപമയിലൂടെ കർത്താവ് ഇടപെട്ടത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കണം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന് 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. എന്നാൽ അതിന് തൊട്ട് മുൻപിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അത് ഈ ക്ലാസ്സിൽ എനിക്കൊന്ന് പറയട്ടെ. നാം എല്ലാവരും ദൈവവചനം വായിക്കുന്നവരാണ്, നാം എല്ലാവരും ദൈവവചനം ധ്യാനിക്കുന്നവരാണ്, ദൈവവചനം വ്യാഖ്യാനിക്കുന്നവരുമാണ്. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാ ദൈവവചനം വ്യാഖ്യാനിക്കേണ്ടത്? തീർച്ചയായിട്ടും ഒരു വാക്യം വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് വേണം വ്യാഖ്യാനിക്കുവാൻ. അതുപോലെ തന്നെ ഒരു ഉപമ മനസ്സിലാക്കണമെങ്കിൽ
അതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പാരബിൾ, ഈ പാരബിളിന്റെ ഉപമയുടെ പശ്ചാത്തലം എന്താ, ഇതിനു മുൻപ് എന്താ പറഞ്ഞിരിക്കുന്നത്, അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കമന്ററി തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. തൊട്ട് മുമ്പിലുള്ള അധ്യായത്തിലേക്ക് മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ വാക്യങ്ങളൊന്നും എല്ലാം എടുത്ത് വായിക്കുന്നില്ല, എങ്കിലും 16-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16-ാം വാക്യം. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവിന് മറുപടി നമുക്കറിയാം. കർത്താവ് അതിനുള്ള മറുപടി, നീ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ യുവധനികൻ എന്താ കർത്താവിനോട് മറുപടി പറഞ്ഞു? കർത്താവേ, യജമാനൻ, ഞാൻ ഇതെല്ലാം അനുസരിക്കുന്നുണ്ട്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ഏറ്റവും ഒടുവിൽ അവനോട് ഇങ്ങനെ 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ സദ്ഗുണ പൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞത്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക. നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ഈ യുവാവ് അവനൊരു ധനികനായിരുന്നു, അവന് യുവധനികനായിരുന്നു, അവന് വലിയ സമ്പത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാനുള്ള മനസ്സ് അവൻ ഇല്ലാതിരുന്നത് കൊണ്ട് അവൻ കർത്താവിനെ വിട്ടയച്ച് കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയാതെ അവൻ മുൻപോട്ട് പോയി. ഈ സംഭവം സംഭവിച്ചതിന് തൊട്ടു പിന്നാലെ ശിഷ്യന്മാരുടെ ഇടയിൽ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ശിഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു ചർച്ചയൊക്കെ ഉണ്ടായി. ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ചോദ്യം, ശിഷ്യന്മാരുടെ ഇടയിലെ ചോദ്യങ്ങളൊക്കെ ചാടി ചാടി ചോദിക്കുന്നു. പത്രോസ് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വേഴ്സ് 27 ഓഫ് ചാപ്റ്റർ 19, 27-ാം വാക്യത്തിൽ പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ഇതാ നോക്കണമേ, ഒരുവൻ കർത്താവിനെ അനുഗമിക്കാതെ കർത്താവിനെ വിട്ടേച്ചു പോയി. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുക, കർത്താവെ, അവൻ കർത്താവിനെ അനുഗമിച്ചില്ല, എന്നാൽ ഞങ്ങളെ നോക്ക്, ഞങ്ങൾ സകലവും വിട്ടേച്ച് അങ്ങയെ അനുഗമിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തോ കിട്ടും, ഞങ്ങൾക്ക് എന്ത് കിട്ടും, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അതിന് മറുപടി കർത്താവ് 28 മുതലുള്ള വാക്യങ്ങളിൽ വരുന്നുണ്ട്. 29-ാമത്തെ വാക്യം മാത്രം ഞാൻ ഒന്ന് വായിക്കാം. എന്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനം അവകാശമാക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് വളരെ തൃപ്തികരമായ ഒരു ഉത്തരം പത്രോസിന് കൊടുത്തു. എന്താണ്? പത്രോസേ, നീ ഒരുവൻ കർത്താവിന് വേണ്ടി അപ്പനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയോ സ്വന്തം ഭവനത്തെയോ എന്തെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി വിട്ടു കളഞ്ഞിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് അവന് ലഭിക്കുമെന്നത്. ഒരുപക്ഷെ പത്രോസിന്റെ ഉള്ളം നിറഞ്ഞു കാണും ആ ഉത്തരം കേട്ട് കഴിഞ്ഞപ്പോൾ. എല്ലാം വിട്ടിട്ട് പോകുന്നു. പത്രോസ് ചോദിച്ചത്, കർത്താവെ, സകലം വിട്ടിട്ട് നിന്നെ അനുഗമിക്കുക. ഒരു നഷ്ടബോധ്യമൊക്കെ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടിട്ടാണല്ലോ ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നീ വിട്ടതിനൊക്കെ 100 മടങ്ങ് നിനക്ക് ലഭിക്കാം. അപ്പൊ പത്രോസിന് തീർച്ചയായിട്ടും സന്തോഷമായി. നാം ആണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് സന്തോഷമായനെ. നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്? ഞാൻ വിട്ടു കളയുന്നതിനൊക്കെ 100 മടങ്ങ് എനിക്ക് ലഭിക്കും. എന്നാൽ കർത്താവ്, ഹൃദയം മനസ്സിലാക്കുന്ന കർത്താവ്, പത്രോസ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ, പുറമേ നല്ലൊരു ചോദ്യം ചോദിച്ചപ്പോഴും പത്രോസിന്റെ ഉള്ളെന്തെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. നമുക്കറിയാം, ചിലപ്പോഴൊക്കെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലോട്ടൊക്കെ ചെല്ലുമ്പോൾ വലിയ തിരക്കായിരിക്കും. സകല അസുഖമുള്ളവരും വരുമല്ലോ, പനിയുള്ളവരും അല്ലെങ്കിൽ എന്ത് ചെറിയ അസുഖമുള്ളവരും ഒക്കെ ചിലപ്പോൾ ഡോക്ടറെ കണ്ടാലേ അസുഖം മാറുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ വലിയ ആൾക്കൂട്ടമായിരിക്കും. ഒരു ഒ പിയിൽ ചിലപ്പോൾ ഒരു ഡോക്ടർ പരിശോധിക്കുക 10, 200, 250 പേരെയൊക്കെ പരിശോധിക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു 100 പേരെയൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ഡോക്ടർ തന്നെ ഒരല്പം ക്ഷീണിതനായി കഴിയുമ്പോൾ പിന്നീട് വരുന്ന പേഷ്യൻസ് ഒക്കെ പെട്ടെന്നായിരിക്കും വിടുന്നത്. അപ്പോൾ ഡോക്ടറിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപക്ഷെ പനി എന്ന് പറയുമ്പോൾ തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞിരിക്കും. എന്താണെന്ന് മരുന്ന് എഴുതി അന്നേരം പറഞ്ഞു വിടും. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് നല്ല വൈദ്യനായിരിക്കുമ്പോൾ കർത്താവ് അങ്ങനെ ഒരു വൈദ്യനല്ല. കർത്താവിന്റെ അരികിലേക്ക് വന്ന കർത്താവിനോട് ഈ ചോദ്യം ചോദിച്ച പത്രോസിന്റെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് കർത്താവ് ഈ ഉപമ പറയുകയാണ്. എന്താണ് പത്രോസിന്റെ ശരിയായിട്ടുള്ള മനസ്സിലിരിപ്പ്? അവന്റെ പ്രശ്നം എന്താണ്? ഞാനിങ്ങനെ പറയട്ടെ, കർത്താവിനെ അനുഗമിക്കുന്ന കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മനോഭാവത്തെയാണ് കർത്താവ് ഈ ഉപമയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ ഈ ഉപമ പറയുന്നത്? ഇത് രക്ഷയെക്കുറിച്ചോ പ്രതിഫലത്തെക്കുറിച്ചോ അല്ല. നമുക്ക്, കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന നമുക്ക്, കർത്താവിനെ അനുഗമിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ ഹൃദയത്തിൽ വെക്കുവാൻ പാടില്ലാത്ത ഒരു തെറ്റായ മനോഭാവത്തെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ്. എന്താണ് നമുക്കുണ്ടാവുന്ന പത്രോസിനുള്ളതുപോലെയുള്ള തെറ്റായ മനോഭാവം? അത് 3 മുന്നറിയിപ്പുകളായിട്ട് വേർതിരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പറയാം. 3 മുന്നറിയിപ്പുകൾ. കർത്താവ് നമ്മുടെ തെറ്റായ മനോഭാവം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് പോയാൽ നമുക്ക് കർത്താവ് നൽകുന്ന 3 മുന്നറിയിപ്പുകൾ ഈ ഉപമയിലൂടെ കാണാൻ കഴിയും. വേഗത്തിൽ വരട്ടെ.
വേഗത്തിൽ ഒന്നാമത്തെ മുന്നറിയിപ്പിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരാം. 20-ാം അധ്യായം. ഇനി നാം ഉപമയിലേക്ക് കടക്കുകയാണ്. 20-ാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം. നാം എന്തിനാണ് കർത്താവ് ഉപമ പറഞ്ഞതെന്ന് മനസ്സിലായി. ഇനി ഉപമയിലേക്ക് കടക്കുകയാണ്. 1-ാം വാക്യം. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇന്നത്തെ പോലെ അന്നും തൊഴിലാളികൾ രാവിലെ വേലക്കാരെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. രാവിലെ റെഡി ആയിട്ട് അവർ ചന്തയിൽ പോയി നിൽക്കും. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ സമയത്ത് ജോലിക്ക് ആവശ്യമുള്ള ആ ആളുകൾ കടന്നു വന്ന് ആ ജോലിക്കാരെ വേലക്കാരെ വിളിച്ചുകൊണ്ട് പോകും. നമുക്കറിയാം ഇന്ന് മലയാളികളെ ആരെയും നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ കഴിയുകയില്ലെങ്കിലും പത്തനംതിട്ടയിലും പ്രാന്തിയിലും ഒക്കെ രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോൾ വരുമ്പോൾ നമുക്കറിയാം വലിയൊരു കൂട്ടം തൊഴിലാളികൾ നിൽപ്പുണ്ടായിരിക്കും. മലയാളികളല്ല, അന്യ സംസ്ഥാന തൊഴിലാളികൾ. അവരിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ യജമാനന്മാര് അവരെ ആരാണോ കൊണ്ടുപോകുന്നത് അവര് വന്ന് കൂട്ടിക്കൊണ്ടു പോകും. അതുപോലെ തന്നെ ഏകദേശം ആ കാലത്തും ആളുകൾ വന്ന് നിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന സമയക്രമങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാം. ഇവിടെ നാം വായിക്കുന്നു, രാവിലെ ചെന്നു, യജമാനൻ പുലർച്ചയ്ക്ക് ചെന്നു. നമുക്കറിയാം 1-ാം മണി നേരത്ത് ചെന്നു. അപ്പോൾ ചന്തയിൽ ചിലർ നിൽപ്പുണ്ടായിരുന്നു. അവരെ തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് 3-ാം മണി നേരത്ത് ചെന്നു. പിന്നീട് 6-ാം മണി നേരത്ത് ചെന്നു. 9-ാം മണി നേരത്ത് ചെന്നു. 11-ാം മണി നേരത്ത് ചെന്നു. അപ്പൊ എന്താ ഈ സമയം പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സമയക്രമം അനുസരിച്ച് നമുക്ക് ഇങ്ങനെ പറയാം. ഇവിടെ 1-ാം മണി നേരം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സമയം, നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അനുസരിച്ച്, നമ്മുടെ സമയം അനുസരിച്ച് രാവിലെ 6 മണിയാണ്. 1-ാം മണി എന്ന് പറയുന്നത് രാവിലെ 6 മണിയാണ്. 3-ാം മണി എന്ന് പറയുന്നത് രാവിലെ 9 മണിയാണ്. അങ്ങനെയാണെങ്കിൽ 6-ാം മണി എന്ന് പറയുന്നത് എത്രയാ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ സാധിക്കുമെന്ന്. എങ്കിലും ഞാൻ അങ്ങനെ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. രാത്രിയിൽ ഇരുന്ന് കണക്ക് കൂട്ടിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. 6-ാം മണി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണി. പിന്നീട് 9-ാം മണി നേരത്ത് ചിലരെ വേലയ്ക്ക് വിളിച്ചു. അത് ഉച്ച കഴിഞ്ഞ് 3 മണി. ഉച്ച തിരിഞ്ഞ് 3 മണിക്ക്. 11-ാം മണി എന്ന് പറയുമ്പോൾ വൈകുന്നേരം 5 PM, വൈകുന്നേരം 5 മണിക്ക്. 12-ാം മണിയാകുമ്പോൾ വേല തീരും. അന്നത്തെ വേലയുടെ സമയം, ജോലിയുടെ സമയം എന്ന് പറയുന്നത് 1-ാം മണി നേരം മുതൽ 12-ാം മണി നേരം വരെ. എന്ന് വെച്ചാൽ നമ്മുടെ സമയം രാവിലെ 6 AM മുതൽ വൈകുന്നേരം 6 PM വരെ, ഈ 12 മണിക്കൂറായി. അപ്പോൾ ഒന്ന് ഓർക്കണമേ, ഈ സമയത്തിന് പല സമയങ്ങളിൽ വേലയ്ക്ക് വന്നു. രാവിലെ 1-ാം മണി നേരത്ത് എന്ന് വെച്ചാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്തവർ. 3-ാം മണി നേരത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ 9 തൊട്ട് വൈകുന്നേരം 6 മണി വരെ. അങ്ങനെ കണക്കെടുത്ത് വന്നാൽ 11-ാം മണി നേരത്ത് വേലയ്ക്ക് ഇറങ്ങിയവരുണ്ട്. അവരെപ്പോഴാണ് ഇറങ്ങിയത്? വൈകുന്നേരം 5 മണിക്കാ. പണി ഇപ്പൊ തീർന്നു, 6 മണിയായി. എത്ര സമയം വേല ചെയ്ത് കാണും? 1 മണിക്കൂർ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അവരെങ്ങനെ ആയിരിക്കും വേല ചെയ്തത്? ബാക്കിയുള്ളവർ ഈ മുന്തിരിത്തോട്ടത്തിലെ പണിയല്ലേ, അപ്പൊ മുന്തിരിത്തോട്ടത്തിലെ ചപ്പും ചവറും ഒക്കെ കൂട്ടിയിട്ട് കരിയിലൊക്കെ കൂട്ടിയിട്ട് കാണും. ഈ 5-ാം മണി നേരം, ഈ 11-ാം മണി നേരത്ത് വൈകുന്നേരം 5 മണിക്ക് വേലയ്ക്ക് ഇറങ്ങിയവർ ഒരു പക്ഷെങ്കിൽ തീപ്പെട്ടി എടുത്ത്, നമ്മുടെ ഭാഷ തീപ്പെട്ടി എടുത്ത് ഒന്ന് കത്തിക്കാൻ മാത്രമേ അവരെ കൂടെ സാധിച്ചു കാണുകയുള്ളൂ. വേറെ പണിയൊന്നും അവർ വലുതായിട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം ഒറ്റ മണിക്കൂറല്ലേ ഉള്ളൂ. ചിലർ പറയാൻ റോഡ് നടന്ന് വേല ചെയ്ത് കാണാതിരിക്കും. പക്ഷെ അതിനുള്ള പണി കാണില്ല. ഏകദേശം പണിയൊക്കെ തീരാറായി. ഈ പണിക്കാര് വൈകുന്നേരം ആകുമ്പോൾ പണി കഴിഞ്ഞ് കഴുകുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, ഈ തൂമ്പ ഒക്കെ കഴുകുന്ന സമയം, ആ സമയത്ത് ഇവര് ചെല്ലുന്നേ. അവരെ തൂമ്പ കഴുകാനൊക്കെ സഹായിച്ച് കാണുള്ളൂ. പണി തീർന്നു. അപ്പോഴത്തേക്ക് 6 മണിയായി, ടൈം കഴിഞ്ഞു. പിന്നെ വേല ചെയ്യേണ്ട കാര്യമില്ല. വൈകുന്നേരം 6 മണിയായി പിന്നെ വേല ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ഈ വേലക്കാരെ രണ്ടായിട്ട് തരംതിരിക്കുക, 2 കൂട്ടമായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്നാമത്തെ കൂട്ടം എന്ന് പറയുന്നത് കൃത്യസമയത്ത് വേലക്കിറങ്ങിയവർ. ഏതാണ്? രാവിലെ 6 മണിക്ക് 1-ാം മണി നേരത്തിന് വേലക്കിറങ്ങിയവർ. അവർ 12 മണിക്കൂർ വേല ചെയ്തവരാ. അത് ഒന്നാമത്തെ കൂട്ടം. പിന്നീട് വന്നവരെല്ലാം ലേറ്റ് കമേഴ്സ്, അല്ലെ, ലേറ്റ് ആയിട്ട് ക്ഷണിക്കപ്പെട്ട് വന്നവരാ. 3-ാം മണി നേരം, 6-ാം മണി നേരം, 9-ാം മണി നേരം, 11-ാം മണി നേരം, എല്ലാവരും താമസിച്ച്. അവർ കൃത്യസമയത്തിനല്ല വിളിക്കപ്പെട്ടത്, അവർ പിന്നാലെയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് 2 കൂട്ടം. ഒന്ന് കൃത്യസമയത്ത് വേലക്കിറങ്ങിയവർ. രണ്ടാമത് നമുക്കിങ്ങനെ പറയാം, ലേറ്റ് ആയിട്ട് താമസിച്ച് വേലക്കിറങ്ങിയവർ. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഇവർ തമ്മിലുള്ള വ്യത്യാസം, 1-ാം മണി നേരത്ത് വേലക്കിറങ്ങിയവർ എങ്ങനെയാണ് വേലക്കിറങ്ങുന്നത്? അവർ വേലക്കിറങ്ങിയ ഒരു രീതി അവിടെ പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ, 20-ാം അധ്യായം 2-ാം വാക്യം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. അപ്പോൾ 1-ാം മണി നേരത്ത് വേലക്കിറങ്ങിയവർ എങ്ങനെയാ വേലക്കിറങ്ങിയത്? അവർ വെറുതെ പോയതല്ല. അവരൊരു കണ്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ട്. യജമാനനുമായിട്ട് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ടാണ് അവർ വേലക്കിറങ്ങിയത്. അല്ലാതെ അവർ വെറുതെ പോയതല്ല. അവര് പറഞ്ഞു കാണും, ഞങ്ങൾക്ക് കൃത്യം 1 വെള്ളിക്കാശ് തരണം. യജമാനൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് തരാം. അവര് പറഞ്ഞു, ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ ആവശ്യവും അതാണ് എന്നൊക്കെ പറയും. ഇന്ന് തൊഴിലാളി സംഘടനകളെ കൊണ്ട്, അന്ന് തൊഴിലാളി സംഘടന ഇവർ ആവശ്യപ്പെടുകയാ, പറഞ്ഞൊക്കുകയാ. യജമാനുമായിട്ട് പറഞ്ഞൊത്തു, 1 വെള്ളിക്കാശ്, ഓക്കെ തരാം. അപ്പൊ പറഞ്ഞു, ഓക്കെ, അങ്ങനെയെങ്കിൽ ഞങ്ങൾ വേലയ്ക്ക് വരാം. അങ്ങനെ അവരെ യജമാനൻ വേലയ്ക്ക് അയച്ചു. ഇനി താമസിച്ച് വന്നവര്, 3-ാം മണി നേരം തൊട്ട് വന്നവർ എങ്ങനെയാ? ലേറ്റ് കമേഴ്സ്, താമസിച്ച് വേലയ്ക്ക് ഇറങ്ങിയവർ എങ്ങനെയാ വേലയ്ക്ക് ഇറങ്ങിയത്?
അവരുടെ രീതിയും അവിടെ പറഞ്ഞിട്ടുണ്ട്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. ഒന്നാമത്തെ കൂട്ടർ എങ്ങനെയാ പോയത്? അവര് പറഞ്ഞൊത്തിട്ടാ പോയത്. ഒരു വെള്ളിക്കാശ് തരണമെന്ന് പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ട് അവർ പോയി. രണ്ടാമത്തെ കൂട്ടർ എങ്ങനെയാ എന്ന് വെച്ചാൽ പിന്നീട് പോയവരെല്ലാം യജമാനൻ പറഞ്ഞു, നിങ്ങളും മേലേക്ക് പൊക്കോളൂ, ന്യായമായത് തരാം. അവർ പോയി എന്ന് വെച്ചാൽ ഈ യജമാനനെ വിശ്വസിച്ച് എന്തെങ്കിലുമൊക്കെ തരുമെന്ന് കരുതി അവർ പോയി. ഈ ഏറ്റവും ഒടുവിൽ 1 മണിക്കൂറൊക്കെ വേല ചെയ്തവരൊക്കെ പോയപ്പോ എന്തായിരിക്കും ചിന്തിച്ചത്? ഒന്നുമില്ലെങ്കിലും ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കുക, അതെങ്കിലും പൊതിഞ്ഞു കെട്ടി കൂലിയായിട്ട് തരും എന്നൊക്കെ വിചാരിച്ചായിരിക്കും ഇവർ പോയത്. എന്താണെങ്കിലും യജമാനൻ എന്തെങ്കിലുമൊക്കെ തരാമെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് ഇവരിറങ്ങിപ്പോയി. ഒന്നാമത്തെ കൂട്ടർ ഇതാ പറഞ്ഞൊത്തിട്ടും പോയി. ഇനി കൂലി വാങ്ങുന്ന സമയമായി. 8-ാമത്തെ വാക്യത്തിലേക്ക് വരാം. വൈകുന്നേരമായി കൂലി കൊടുക്കുന്ന സമയം. 8-ാം വാക്യം. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിൻപന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുപ്പിൻ എന്ന് പറഞ്ഞു. പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ എന്ന് വെച്ചാൽ ഏറ്റവും ഒടുവിൽ വേലക്കിറങ്ങിയവർ തുടങ്ങി പുറകോട്ട് കൊടുക്കാൻ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ആരാ വേലക്കിറങ്ങിയത്? ഈ 11-ാം മണി നേരക്കാരാ. ഒറ്റ മണിക്കൂർ വേല ചെയ്തിട്ടു. 1 മണിക്കൂർ പണി ചെയ്തിട്ടുള്ളൂ. അവരെ വിളിച്ചു. അവരെ വിളിച്ചിട്ട് കൂലി കൊടുത്തു. എന്താ വായിക്കുന്നത്? അവർക്ക് ഓരോ വെള്ളിക്കാശ് കൊടുത്തു. 9-ാം വാക്യത്തിൽ പറയും ഓരോ വെള്ളിക്കാശ് കൊടുത്തു. അപ്പോൾ 1 മണിക്കൂർ വേല ചെയ്തവന് കിട്ടി 1 വെള്ളിക്കാശ്. അപ്പോൾ ന്യായമായിട്ട് 1-ാം മണി നേരത്തെ വേലക്കിറങ്ങിയവർ 12 മണിക്കൂർ വേല ചെയ്തവർ അവരിരുന്ന് കണക്ക് കൂട്ടാൻ തുടങ്ങി. 1 മണിക്കൂർ വേല ചെയ്തവന് ഒരു വെള്ളിക്കാശെങ്കിൽ 12 മണിക്കൂർ വേല ചെയ്ത ഞങ്ങൾക്ക് എത്ര കിട്ടണം? ന്യായമായിട്ട് എത്ര കിട്ടണം? 12 വെള്ളിക്കാശ് കിട്ടണം. അവര് പോയി. അടുത്ത കൂട്ടർ വന്നു. അടുത്ത പെമ്പന്മാർ വൈകുന്നേരം 3 മണിക്ക് ഇറങ്ങിയവര്. അവർ 3 മണിക്കൂറാ വേല ചെയ്ത്. അവരും ചെന്നു. അവർക്കും കിട്ടി ഓരോ വെള്ളിക്കാശ്. അപ്പൊ വീണ്ടും ഇവരുടെ കണക്കൊന്നുള്ള തിരുത്തി കുറിച്ചു. 3 മണിക്കൂർ വേല ചെയ്തെങ്കിൽ 1 വെള്ളിക്കാശ് കിട്ടിയെങ്കിൽ ഞങ്ങൾ 4 ഇരട്ടി ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ വശം ഞങ്ങൾ 4 വെള്ളിക്കാശ് കിട്ടണം. അങ്ങനെ അവർ കണക്ക് കൂട്ടി മുൻപോട്ട് വന്നു. 11-ാമത്തെ വാക്യമായപ്പോഴത്തേനും നാം വായിക്കുന്നു. ക്ഷമിക്കണം, 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ പിറുപിറുത്തു. പൊതുവെ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും തോന്നിയേക്കാം, അതെന്ത് പരിപാടിയാണ് യജമാനൻ കാണിച്ചത്? പകലത്തെ വെയിലും ഭാരവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ച് ഇവര് ഇത്രയും ജോലി ചെയ്തിട്ടും അവർക്കും കൊടുത്തു 1 വെള്ളിക്കാശ്. ഞാൻ 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ പിറുപിറുത്തു. അപ്പൊ നമുക്ക് ചിന്തിച്ചേക്കാം, അതെ, അവർ പിറുപിറുക്കാൻ കാരണമുണ്ടല്ലോ. കാരണം 1 പണിയും ചെയ്യാതെ എന്ന് വെച്ചാൽ കുറച്ച് സമയം മാത്രം വേല ചെയ്തവർക്ക് കൊടുത്ത അതേ കൂലിയാണല്ലോ പകല്. ഇവര് തന്നെ പറയുന്നുള്ളൂ, ഞങ്ങൾ പകലത്തെ വെയിലും ഭാരവും ഒക്കെ അനുഭവിച്ച. ശരിയാ, ഇവർ നന്നായിട്ട് അധ്വാനിച്ചവരാ. പക്ഷെ അവർക്ക് 1 വെള്ളിക്കാശ് കിട്ടിയോ? എന്തുകൊണ്ടാ അത്? ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. എന്താ ഇവിടുത്തെ പ്രശ്നം? കർത്താവ് തന്നെ അല്ലെങ്കിൽ യജമാനൻ തന്നെ അവരോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്. 12-ാമത്തെ വാക്യം. ഈ പിൻപന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ട് നീ അവരെ പകലത്തെ ഭാരവും വെയിലും വഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ. 13-ാം വാക്യം. അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ അന്യായം ചെയ്യുന്നില്ല, നീ എന്നോട് 1 പണം പറഞ്ഞൊത്തില്ലയോ? ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇവര് പിറുപിറുക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ചേ തന്നുള്ളൂ, അവർക്ക് അവര് 1 മണിക്കൂർ വേല ചെയ്തിട്ട് അവർക്ക് വെള്ളിക്കാശ് 1 കൊടുത്തു, ഞങ്ങൾ പകല് മുഴുവൻ 12 മണിക്കൂർ വേല ചെയ്തിട്ട് ഞങ്ങൾക്ക് വന്നേ കിട്ടിയുള്ളൂ. ഇവർ ഇന്നുകൊണ്ട് പിറുപിറുക്കാൻ തുടങ്ങി. അപ്പോൾ പ്രശ്നം പറയുക, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നത്? നിങ്ങൾ എങ്ങനെയാ വേലക്ക് ഇറങ്ങിയത്? നിങ്ങൾ യജമാനനോട് പറഞ്ഞൊത്തിട്ട വേലക്ക് ഇറങ്ങിയത്. 1 വെള്ളിക്കാശ് ഞങ്ങൾക്ക് നൽകണമെന്ന് നിർബന്ധം പിടിച്ചിട്ട വേലക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ എന്താണോ പറഞ്ഞിറങ്ങിയത് അത് നിങ്ങൾക്ക് തന്നു. ഇപ്പൊ മനസ്സിലായോ കർത്താവ് ഈ ഉപമ പറഞ്ഞതിന്റെ കാരണം? പത്രോസ് എന്താ കർത്താവിനോട് ചോദിച്ചത്? കർത്താവേ, ഞങ്ങളെല്ലാം വിട്ട് നിന്നെ അനുഗമിക്കുന്നു. എന്താ പത്രോസ് വിട്ടിട്ടിറങ്ങിയത്? പത്രോസ് ഈ ധനവാനെ വെച്ചൊക്കെയാണ് താരതമ്യം ചെയ്യുന്നതെങ്കിലും പത്രോസ് വിട്ടിട്ടിറങ്ങിയത് ഒരു മീൻ പിടിക്കുന്ന വലയും ഒക്കെ വിട്ടിട്ടാണ് പത്രോസ് ഇറങ്ങിയത്. പക്ഷെ പത്രോസിന്റെ ചോദ്യമാണ്, കർത്താവ്, ഞങ്ങൾ സകലം വിട്ടിട്ട്, അങ്ങനെയൊക്കെയാണല്ലോ, സകലം വിട്ടിട്ട് ഞങ്ങൾ കർത്താവിനെ അനുഗമിച്ചു. ചിലർ പറയാറുണ്ട്, ഞങ്ങൾ സകല സ്വത്തും സമ്പാദ്യം ഒക്കെ വിട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോൾ എല്ലാം വിട്ട് കളഞ്ഞു. അതൊരു നല്ല മാതൃക തന്നെയാണെങ്കിലും ഞങ്ങളെല്ലാം വിട്ട് കളഞ്ഞു, എന്തോ നഷ്ടമായത് അല്ലെങ്കിൽ കുറവായതിലേക്ക് ഇറങ്ങി എന്ന നിലയിലാണ് പറയുന്നത്. പത്രോസ് അങ്ങനെ ചിന്തിച്ചു, കർത്താവ്, ഞങ്ങളെല്ലാം വിട്ടിട്ട് നിന്നെ അനുഗമിച്ചു. അപ്പോൾ വലിയൊരു കാര്യം നഷ്ടപ്പെടുത്തിയിട്ട്, മീൻപിടുത്തമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ചെറിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങി എന്ന നിലയിലെ പത്രോസിന്റെ സംസാരം. അപ്പൊ എന്താ ആവശ്യം? ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പൊ പത്രോസിനോട് കർത്താവ് പറയുക, പത്രോസേ, വല്ലതും കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ട് നീ ഇറങ്ങിയാല് നീ പിന്നീട് പിറുപിറുക്കേണ്ടതായിട്ട് വരും. ഇതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു മുന്നറിയിപ്പ്. നമ്മുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തേണ്ട ഒരു മുന്നറിയിപ്പും ഇത് തന്നെയാണ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് വല്ലതും കിട്ടുമല്ലോ, അതുകൊണ്ട്
അങ്ങനെ ഒരു മനോഭാവത്തിൽ എനിക്കൊരു സഹോദരൻ സ്ഥിരമായിട്ട് എന്നോട് പറയുന്ന ഒരു വാചകം എങ്ങനെയാ, ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തു കൊടുത്ത് സമ്പന്നനായെന്നാണ്. കർത്താവിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, അത് നല്ല കാര്യം. പക്ഷെ പറയുമ്പോ ഇങ്ങനെ ഞാൻ കൊടുത്ത് കൊടുത്ത് നേടിയവനാണ് എന്ന് വെച്ചാൽ, കർത്താവിന് വേണ്ടി ഞാൻ ഒരു 100 രൂപ കൊടുക്കും എന്ന് വെച്ചാൽ, അല്ല അല്ല 100 രൂപ 1000 രൂപ ഞാൻ കൊടുക്കും. എന്റെ ബിസിനസ്സിൽ 10 ഇരട്ടി എനിക്ക് ലാഭം അതിലൂടെ കിട്ടണം. അപ്പോൾ കർത്താവിന് വേണ്ടി എന്തിനാ ചെയ്യുന്നത്? എനിക്ക് ചില ഭൗതിക നന്മകൾ ഉണ്ടാകുവാൻ വേണ്ടിയാണ് കർത്താവിന് വേണ്ടി ചെയ്യുന്നത്. കർത്താവ് പറയുകയാ ഇവിടെ, അങ്ങനെ ഉള്ള മനോഭാവത്തോടു കൂടെ എനിക്ക് വല്ലതും കിട്ടുമല്ലോ, നിങ്ങൾക്ക് അതുകൊണ്ട് ചില കാര്യങ്ങൾ, ഈ ദേവദാസന്മാർക്കോ അല്ലെങ്കിൽ ഇന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ വല്ലതും കൊടുക്കുന്നു, അതുകൊണ്ട് എന്റെ ബിസിനസ്സിന് എനിക്ക് മെച്ചം ഉണ്ടാവണം എന്ന് ചിന്തിച്ചുകൊണ്ട് കൊടുക്കരുത്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ കർത്താവ് ഇവിടെ നൽകുകയാണ്. ഇനി അത് മാത്രമല്ല കേട്ടോ, അതിനോടൊപ്പം തന്നെ കർത്താവ് ഒരു കാര്യം കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. കർത്താവുമായി ഒരു വിലപേശൽ നടത്തിയിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ചില ജോലിക്ക് വേണ്ടി പോകുമ്പോൾ, ഇന്റർവ്യൂവിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് എനിക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ, അങ്ങ് ഈ ജോലി തരികയാണെങ്കിൽ ആദ്യത്തെ ശമ്പളം കർത്താവിന് വേലയ്ക്കാണ്. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ ശമ്പളം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷെ എങ്ങനെയാ പറയുന്നത്? കർത്താവേ, എനിക്ക് ഈ ജോലി അങ്ങ് തരണം, തരികയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും. ഇന്ന കല്യാണം നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലൊക്കെ നടക്കും, കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇന്നതൊക്കെ ഞങ്ങൾ ചെയ്യാം, കർത്താവിന്റെ പ്രവർത്തനം ഇങ്ങനെ ചെയ്യാം, കൺവെൻഷൻ വേണമെങ്കിൽ ഞങ്ങൾ നടത്താം. പക്ഷേ കർത്താവ് ഞങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു തരണം. അങ്ങനെയൊക്കെ ദൈവമായിട്ട് വിലപേശലും ബാർഗെയിനിങ്ങും ഒക്കെ നടത്തുന്നവരുണ്ട്. പക്ഷെ പുറമേ ഒന്നും അല്ലെങ്കിലും അവർ ഉള്ളിലാണെങ്കിലും പറയും, കർത്താവ് ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ കർത്താവ് അതിന് പകരമായിട്ട് ഇന്നത് എനിക്ക് തരണം. ഇവിടെ ഇവർ പറയുന്നത് എന്താണ്? കർത്താവേ, യജമാനനെ, ഞങ്ങൾ വേലയൊക്കെ ചെയ്യാം, പക്ഷെ ഒരു വെള്ളിക്കാശ് ഞങ്ങൾക്ക് തരണം. അവർക്ക് കർത്താവ് കൊടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ യജമാനൻ ഇവിടെ കൊടുക്കുകയും ചെയ്തു. പിന്നീട് നാം എന്താ വായിക്കുന്നത്? അവരെല്ലാവരും അവർ പിറുപിറുക്കുന്നവരായി തീർന്നു. ഇത് തന്നെ സംഭവിക്കുന്നത്. ദൈവഹിതമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ, നാം ചിലർ അങ്ങനെ ഉണ്ട്, അങ്ങനെ ദൈവഹിതമല്ലാതിരിക്കുന്നിട്ടും ദൈവത്തോട് ആവശ്യപ്പെട്ട് നിർബന്ധിച്ച് പിടിച്ചു വാങ്ങുന്ന കാര്യങ്ങൾ കർത്താവ് പറയുന്ന ഒരു മുന്നറിയിപ്പാണ്. അങ്ങനെ വാങ്ങുന്നവർ അങ്ങനെയും വാങ്ങും. കർത്താവ് ഒരു പക്ഷെ അനുവദിക്കും ചില കാര്യങ്ങൾ. പിന്നീട് പിറുപിറുക്കേണ്ടതായിട്ട് വരും. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ചിലരെ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ന ആവശ്യം നടക്കാൻ വേണ്ടി, ഇന്നിടത്തേക്ക് പോകാൻ വേണ്ടി, ഇന്ന ജോലി കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഉപവസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനൊന്നും തെറ്റല്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷേ ദൈവഹിതമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അല്ല, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, പല കാര്യങ്ങളെ കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. ഇന്നൊരു കാര്യം സംഭവിക്കണം, ഇന്നത് വേണം, ഇന്ന ജോലി വേണം, ഇന്ന മേഖലയിൽ പോകണം, ഇന്ന സ്ഥലത്തേക്ക് പോകണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കും. ആഗ്രഹങ്ങൾ തെറ്റൊന്നുമല്ല. പക്ഷേ ദൈവമേ, അങ്ങയുടെ ഹിതമാണെങ്കിൽ, അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ അത് സംഭവിച്ചാൽ മതി എന്ന മനോഭാവം ഇവിടെ വെക്കണം. ഇവിടെ രണ്ടാമത് ഇറങ്ങിയ കൂട്ടർ എങ്ങനെയായിരുന്നു? യജമാനൻ പറഞ്ഞു ന്യായമായി തരാം, അവരിറങ്ങി. അതാ വിശ്വാസം. കർത്താവേ, അങ്ങേക്ക് എന്താണോ ഇഷ്ടം, എന്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെയാണ്. രണ്ടാമത് വേലയ്ക്ക് വന്നവരും ചിന്തിച്ചാണ്, ഞങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു? അവർക്ക് രാവിലെ വേലയ്ക്ക് ഇറങ്ങി ഒരു വെള്ളിക്കാശ് കിട്ടണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ യജമാനൻ പറഞ്ഞ ഞാൻ ഇഷ്ടമുള്ളത് നിനക്ക് തരാം. അത് വിശ്വസിച്ച് അവരിറങ്ങി. ആ മനോഭാവം ദൈവജനമായിരിക്കും നമുക്കും ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. പലരും ഈ നാളുകളിൽ നല്ല എല്ലാ നാളുകളിലും കർത്താവിനോട് വിലപേശി വാങ്ങി, അല്ലെങ്കിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന വിഷയമാക്കി, എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. അത് ആരും ആ നിലയിൽ എടുക്കരുതേ. പ്രാർത്ഥിക്കരുതെന്നല്ല പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് നിശ്ചയമായിട്ടും വേണം? ദൈവമേ, അങ്ങയുടെ ഹിതമെങ്കിൽ, അങ്ങയുടെ ഇഷ്ടമെങ്കിൽ അങ്ങനെ എനിക്ക് നൽകണമേ, അതെനിക്ക് നൽകണമേ. അത് അങ്ങ് ഉദ്ദേശിക്കുന്ന കാര്യമാണോ എങ്കിൽ അതെനിക്ക് നൽകണമേ. അങ്ങയുടെ നാമത്തിന് മഹത്വം കൊണ്ടുവരുന്നതാണോ, അങ്ങനെയെങ്കിൽ അത് സാധ്യമാക്കി നൽകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചില കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഉദ്ദേശിച്ചതല്ലായിരിക്കാം, പക്ഷെ നമ്മുടെ ആഗ്രഹം അതായിരിക്കാം. അതുകൊണ്ട് നാം എന്താ ചെയ്യുന്നത്? നാം ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞ് നിർബന്ധിച്ച് വാങ്ങുവാൻ ശ്രമിക്കുക. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എന്റെ ആഗ്രഹവും ആവശ്യമൊക്കെ ഇതാണെങ്കിലും അങ്ങയുടെ ഹിതം ഇതെങ്കിൽ മാത്രം എനിക്ക് നൽകിയാൽ മതി. ആ മനോഭാവം വെക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ വെച്ചവരാണ് രണ്ടാമത്തെ കൂട്ടം. താമസിച്ച് വിലക്ക് ഇറങ്ങിയവര്. യജമാനൻ പറഞ്ഞു ന്യായമായി തരാം, അവരത് വിശ്വസിച്ചിറങ്ങി. ഇതാ നമുക്കും ആവശ്യമായിരിക്കുന്നത് ഈ നാളുകളിൽ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പിന്നീട് പിറുപിറുക്കേണ്ടതായിട്ട് വരും. കർത്താവ് ഈ യജമാനൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ യാതൊരു കാരണവശാലും പിറുപിറുത്തിട്ട് ഒരു പ്രയോജനമില്ല. എന്താ കാരണം? നിങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടത് അത് നിങ്ങൾക്ക് തന്നു.
ശരിയല്ലേ? രാവിലെ മുതൽ ഇവർ കിടന്ന് അധ്വാനിച്ച എന്തിനു വേണ്ടിയാ? ഈ വെള്ളിക്കാശിന് വേണ്ടിയല്ലേ? അത് യജമാനൻ കയ്യിലോട്ട് വെച്ച് കൊടുത്തു. പക്ഷെ ഇവര് പെറുപെറുപ്പാ. ഇത് പിന്നീട് നമുക്ക് സംഭവിച്ചേക്കാം. നാം ദൈവത്തോട് നിർബന്ധിച്ച് പല കാര്യങ്ങളും വാങ്ങിവെച്ചു. ഇന്ന് ആ കാര്യത്തൊക്കെ ഓർത്ത് പിറുപിറുക്കുകയാ. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയ മകനെ, മകളെ, ഇത്രയും നാളും നീ ചോദിച്ചുകൊണ്ടിരുന്ന ഇതല്ലേ, ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ നീ പിറുപിറുക്കാൻ തുടങ്ങി. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഇവിടെ താമസിച്ചിറങ്ങിയവരെ കുറിച്ച് എന്താ വായിക്കുന്നത്? അവര് അവർക്ക് ഓരോ വെള്ളിക്കാശ് കിട്ടി. അവസാനം വേലക്കിറങ്ങിയവർ 1 മണിക്കൂറേ വേല ചെയ്തിട്ടുള്ളൂ. അവർക്കും എത്ര കിട്ടിയത്? ഓരോ വെള്ളി. അവരുടെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഒരു വെള്ളിക്കാശ് കിട്ടുമെന്ന്. കാരണം എന്താ? 1 മണിക്കൂറേ വേല ചെയ്തിട്ടുള്ളൂ. അതിനൊട്ടും യോഗ്യരല്ല. പക്ഷെ യജമാനൻ കയ്യിലോട്ട് വെച്ച് കൊടുത്തു. പ്രിയരെ, ഇതാണ് സംഭവിക്കുന്നത്. ദൈവഹിതത്തിന് നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ചത് കർത്താവ് നമുക്ക് നൽകും. എഫേസ് ലേഖനം 3:20 നാം വായിക്കുന്നുണ്ട്. ചോദിക്കുന്നതും നനയ്ക്കുന്നതും അത്യന്തം പരമായി നമുക്ക് കർത്താവ് നൽകും. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ താക്കോൽ വാക്കെന്ന് പറയുന്നത്, റോമർ 5-ാം അധ്യായത്തിൽ താക്കോൽ വാക്കെന്ന് പറയുന്നത് അധികം എന്നുള്ള വാക്കാ. മോർ. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ദൈവം നൽകുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഗോഡ് ഗീവ്സ് ഓൾവേസ് മോർ. ദൈവം നൽകുന്നത് എപ്പോഴും അധികമായിട്ടായിരിക്കും, ഏറ്റവും മികച്ചതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനെന്താ ആവശ്യം? ദൈവഹിതത്തിന് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും സമർപ്പിച്ചു കൊടുക്കണം. ദൈവേഷ്ടം എങ്ങനെയോ അങ്ങനെ സംഭവിക്കട്ടെ എന്ന മനോഭാവം. എല്ലാ കാര്യങ്ങളുടെ ബന്ധത്തിലും ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവഹിതമെങ്കിൽ അത് സംഭവിച്ചോട്ടെ. അല്ല, എന്റെ ഇഷ്ടം ഇതാ, അതെനിക്ക് എങ്ങനെങ്കിലും നേടണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിച്ച് വാങ്ങിയെടുത്താൽ കർത്താവ് ഒരുപക്ഷെ നമുക്ക് നൽകിയേക്കും. ആസ് എ പെർമിസീവ് വിൽ ഓഫ് ഗോഡ് ദൈവം നമുക്ക് നൽകിയേക്കാം. നാം ഇങ്ങനെ മുട്ടുമേ നിന്ന് ചില കാര്യങ്ങളൊക്കെ നിർബന്ധിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങി മേടിക്കും. പിന്നീട് പിറുപിറുക്കാനുള്ള സാധ്യത. ഇതാ കർത്താവ് നൽകുന്ന ഒന്നാമത്തെ മുന്നറിയിപ്പ്. എനിക്ക് വിശദീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും മുൻപോട്ട് വരേണ്ടത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. രണ്ടാമത് നൽകുന്ന മുന്നറിയിപ്പ്. ഒന്നാമത്തെ മുന്നറിയിപ്പ്, ദൈവവുമായിട്ട് ഒരു ബാർഗെയിനിങ്ങിന് നിൽക്കരുത്. ദൈവവുമായിട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെ ആവരുത്. കർത്താവിന്റെ ഇഷ്ടം എന്തോ അതിന് സമർപ്പിക്കുക. പത്രോസിന്റെ ആഗ്രഹം എന്തായിരുന്നു? കർത്താവേ, ഇതെല്ലാം വിട്ടിട്ട് ഞങ്ങൾ പോകുന്നു, എന്തോ കിട്ടും, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പൊ എന്തൊക്കെയോ കിട്ടുമെന്നുള്ള മനോഭാവത്തോടെ ഇറങ്ങിയിരുന്നതാ. അങ്ങനെ ഒരു മനോഭാവം വെച്ചു പുലർത്താൻ പാടില്ല. രണ്ടാമതായിട്ട് കർത്താവ് നൽകുന്ന രണ്ടാമത്തെ മുന്നറിയിപ്പ്, ഇവിടെ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഉപമ കർത്താവ് പറയുന്നതിന് കാരണം അവിടെയാണല്ലോ. യുവധനികൻ കടന്നു വരുന്നു. കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയാതെ അവൻ ഇട്ടേച്ചു പോയി. ആ കാഴ്ച കണ്ടതിന് ശേഷമാണ് പത്രോസ് കർത്താവിനോട് 27-ാം വാക്യത്തിൽ ചോദിക്കുന്നത്, കർത്താവെ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ശിഷ്യന്മാരുടെ ഒരു പൊതു സ്വഭാവം, നമുക്കും ഉണ്ടാവുന്ന ഒരു പൊതു സ്വഭാവമുണ്ട്. എന്താണ്? ശിഷ്യന്മാർ സ്ഥിരം ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. ഇവരെപ്പോഴും ഉള്ളൊരു സ്വഭാവം, ഈ കർത്താവിന് അടുക്ക് വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ശീലമായി. അവരെ നോക്കി തങ്ങളെ തന്നെ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സ്വഭാവമാണ്. ഇപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പത്രോസ് ചോദിക്കാനുള്ള കാരണം എന്താ? യുവധനികൻ കർത്താവിനെ അനുഗമിക്കാൻ കഴിയാതെ അവൻ സമ്പത്തിനോടുള്ള അധികമായിരിക്കുന്ന താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് അവനെ വെച്ച് താരതമ്യം ചെയ്യാൻ തുടങ്ങി. ഇനി മറ്റൊരു സംഭവം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 50-ാം വാക്യത്തിലേക്ക്, ലൂക്ക് ചാപ്റ്റർ 9:50, അവിടെ നാം വായിക്കുന്നുണ്ട്, കർത്താവ് ശിഷ്യന്മാരെ ഈ രണ്ടുപേരായിട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ അവർ പല സ്ഥലങ്ങളിലും പോയി പല കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യുന്നു. അങ്ങനെ അവർ മടങ്ങി വന്നിട്ട് കർത്താവിന്റെ അരികിലേക്ക് വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. 9-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവർ പറയുന്നൊരു, കർത്താവേ, ഒരു വലിയ കാര്യമായിട്ട് അവർ വന്ന് പറയുന്നത്, കർത്താവേ, ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടു ഒരുത്തൻ കർത്താവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തത്? ഉടനെ അവൻ നമ്മുടെ കൂട്ടത്തിൽ കർത്താവിന്റെ ശിഷ്യനായിട്ടില്ലാതിരുന്നത് കൊണ്ട്, അവൻ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നതാണ്. ഉടനെ ഞങ്ങൾ അവനെ നിർത്തിക്കളഞ്ഞു. നമ്മുടെ ഭാഷ പറഞ്ഞ, ഇനി അവൻ മേലാൽ ആ ശുശ്രൂഷ ചെയ്യാത്ത വിധത്തിൽ അവനെ ഞങ്ങൾ ഇരുത്തി കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിന് മറുപടി എന്താണ്? നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ല. എന്ന് വെച്ചാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്തൊക്കെ പോയി തലയിടുന്നത്? നിങ്ങൾ എന്തിനാ അവരുടെ പുറകെ, അവൻ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത്, നിങ്ങൾ എന്തിനാ അവരുടെ പിന്നാലെ പോകുന്നത്? നിങ്ങൾ എന്നെ അനുഗമിപ്പിൻ, ഞാൻ അയച്ച കാര്യം നിങ്ങൾ ചെയ്വിൻ. ഇവരുടെ പ്രശ്നം എന്താ? എത്ര കാര്യം നോക്കി, എത്ര ശ്രമിച്ചിട്ടും കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവിടെ വേറൊരുത്തൻ നിന്നുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുക. അന്നേരം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ എന്താ കാര്യം? എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി അവർക്ക് ഇപ്പോഴും, മറ്റുള്ളവരിലായിരുന്നു അവരുടെ ശ്രദ്ധ.
ഇന്ന് പല വിശ്വാസികളും അങ്ങനെയാ. സ്വന്തം വീട്ടിലേക്കാളും അവരുടെ താല്പര്യം എവിടെയാണെന്ന് അറിയാമോ? അയൽപക്കത്തെ വീട്ടിലായിരിക്കും അവരെ കണ്ടത്. ഞങ്ങളുടെ ദേശത്തൊരു ഒരു സഹോദരനല്ല, ഞങ്ങളുടെ തൊട്ടടുത്ത് വസിക്കുന്ന ഒരു അയൽവാസി. അദ്ദേഹം എപ്പോഴും ടെറസിന്റെ മുകളിലും ഒക്കെ ആയിട്ടിരിക്കും. എന്തിനാണെന്നറിയാമോ? വീട്ടിൽ ആരാണ്, ഞങ്ങളുടെ വീട്ടിൽ ഏത് കുട്ടിയാ വരുന്നത്, ആരാ വരുന്നത്, ആരാ പോകുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം എതിർപ്പൊന്നും അല്ലെങ്കിലും ഞങ്ങൾക്ക് സ്നേഹിതരായുള്ള ഒരാളാണെങ്കിലും രീതി ഇതാണ്. നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെയും ആളുകളുടെയൊക്കെ രീതി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് എന്താ സംഭവിച്ചത്, അവരുടെ പ്രശ്നം എന്താണ്. വീട്ടിൽ ഒരുപക്ഷെ സ്വന്തം വീട്ടിൽ 100 കണക്കിന് പ്രശ്നം ഇരിക്കുമ്പോഴും അന്യന്റെ വീട്ടിലെ പ്രശ്നത്തിലായിരിക്കും തലയിട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞ കാര്യം, കണ്ണിൽ കോലിരിക്കുമ്പോൾ അന്യന്റെ കണ്ണിലെ കരടാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു, നമുക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്കൊക്കെ ഉണ്ട് താനും. ശിഷ്യന്മാരുടെ കാര്യം എങ്ങനെയായിരുന്നു? ഇവർ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഈ പത്രോസിന് ഇത് പിന്നീട് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നുണ്ട്. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിച്ച് കർത്താവ് പത്രോസിനെ മാനസാന്തരത്തിലേക്കും യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അങ്ങനെ അതിനുശേഷം നാം വായിക്കുന്നത് എന്താണ്? പത്രോസിനോട് കർത്താവ് പറയാം, പത്രോസെ, നീ വൃദ്ധനായ ശേഷം, എന്ന് വെച്ചാൽ നീ വൃദ്ധനാകും, ഭാവിയെ കുറിച്ചൊക്കെ പറയാ, നീ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക്, എന്ന് വെച്ചാൽ നിന്നെ കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ പ്രായം വരെ, ഒരു പ്രായമായ സമയം വരെയും പത്രോസ് ജീവിച്ചിരിക്കുമെന്നൊക്കെ കർത്താവ് പത്രോസിനോട് പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് പത്രോസ് ഇടയ്ക്ക് ഇന്റർവ്യൂ ചെയ്തിട്ട് പറയുന്നുണ്ട്, കർത്താവേ, എന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ദൈവം ഒരുത്തം വരുന്നുണ്ടല്ലോ. ആരാ? കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ വരുന്നുണ്ടല്ലോ. അവൻ എന്താ സംഭവിക്കുന്നത് അത് പറ. അപ്പൊ പത്രോസിന്റെ താല്പര്യം എന്താ? പത്രോസിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കർത്താവ് പറയുന്നതിനേക്കാളും താല്പര്യം പത്രോസിന് അറിയേണ്ടത് എന്താ? ആകെ ഉള്ളിലെ വാഞ്ച എന്താണ്? യോഹന്നാൻ എന്താ സംഭവിക്കുന്നത്? അപ്പൊ കർത്താവിന്റെ മറുപടി എന്താണ്? അവൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ഇന്ന് നമ്മോടും കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. അവർക്ക് എന്ത് സംഭവിക്കുന്നു, ഇവർക്ക് എന്താ സംഭവിക്കുന്നത്, അവരുടെ കാര്യം എന്താ, ഇവരുടെ കാര്യം എന്താ, അവരുടെ പ്രശ്നം എന്താ, ഇവരുടെ പ്രശ്നം എന്താ, അവരെന്തുകൊണ്ടാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു നടന്നാൽ, അതും നോക്കിക്കൊണ്ടിരുന്നാൽ നിനക്കെന്തതിൽ? കർത്താവിനെ നീ അനുഗമിക്ക്, നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നീ ശ്രദ്ധ ചെലുത്ത്. ഇതാ കർത്താവ് ഇവിടെ രണ്ടാമത് പത്രോസിനോടും ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ്. ഇവിടെ ഇതാ ഈ ഉപമ കർത്താവ് പറയുമ്പോൾ, ഒന്നാം മണി നേരത്ത് വേലക്കിറങ്ങിയവർ എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ കൂലി കൊടുക്കുന്ന സമയമായപ്പോൾ 11 മണി നേരത്ത് വേലക്കിറങ്ങിയവരും, എന്ന് വെച്ചാൽ 1 മണിക്കൂർ വേല ചെയ്തവൻ എത്ര കൂലി വാങ്ങിയത് ഇവർ നോക്കിക്കൊണ്ടിരിക്കുക. 3 മണിക്കൂർ വേല ചെയ്തവർ എത്ര കൂലി വാങ്ങി ഇവർ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടല്ല ഇവർ കണക്കെടുപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇവര് വാങ്ങാൻ ചെന്നപ്പോ ഇവര് പുറപെറുക്കാൻ തുടങ്ങി. നമുക്കും ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത, മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരുന്നാൽ പിറുപിറുക്കാനുള്ള സാധ്യത നമുക്കുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ കർത്താവ് പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഈ പത്രോസിനെ കൊണ്ട് തന്നെ ദൈവാത്മാവ് എഴുതിപ്പിച്ചു. 1 പത്രോസ് 4 അധ്യായം 15 വാക്യത്തിൽ എന്താ? പത്രോസ് ഈ ബോധ്യം തിരിച്ചറിവുണ്ടായപ്പോൾ പത്രോസ് തന്നെ എഴുതിയിട്ടുണ്ട്, പരകാര്യത്തിൽ ഇടപെട്ട് കഷ്ടം സഹിക്കരുത്. അല്ലെങ്കിൽ ഇങ്ങനെ പരകാര്യത്തിൽ ഇടപെട്ടിട്ട് കഷ്ടം സഹിച്ചിട്ട് കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചു എന്ന് പറയരുത്. അങ്ങനെയാണല്ലോ നമ്മുടെ ഇടയിൽ അനേക കാര്യങ്ങളും. പരകാര്യങ്ങളിൽ ഇടപെടാൻ പോകും എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ പോയി തലയിട്ടിട്ട് കഷ്ടം സഹിക്കും. എന്നിട്ട് അവസാനം എഴുന്നേറ്റ് പറയും, ഞാൻ കർത്താവിന് വേണ്ടി ഇതൊക്കെ ചെയ്തു, പക്ഷെ അവസാനം എനിക്ക് അടി കിട്ടിയെന്ന് പറയും. ഞാൻ പറയട്ടെ, നമ്മെ ഏൽപ്പിക്കാത്ത കാര്യങ്ങളിലും നാം ഇടാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിടരുത്. അതിനകത്ത് പോയി ഇട്ടിട്ട് അവസാനം അവരുടെ അടിയും ഇവരുടെ അടിയും ഒക്കെ കിട്ടിയതിനു ശേഷം ഞാൻ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചെന്ന് പറയരുതെന്നാണ് കർത്താവ് ദൈവാത്മാവ് തന്നെ പത്രോസിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഇവരുടെ 1 മണി നേരത്തെ ഇറങ്ങിയവരുടെ പ്രശ്നം എന്തായിരുന്നു? പിന്നാലെ വന്നവരുടെ കൂലിയൊക്കെ ഇങ്ങനെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എന്താ, നിങ്ങളുടെ കൂലി നോക്കിയാൽ പോരെ? അതാ കർത്താവ് ഇവിടെ പറയുന്നത്. ഇനി അങ്ങനെ നോക്കിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ മറ്റുള്ളവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ഉപമയിൽ നിന്ന് കർത്താവ് 3 കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20 അധ്യായം അതിന്റെ 15 വാക്യം വേഗത്തിൽ പറഞ്ഞു പോകാം. 20 അധ്യായം അതിന്റെ 15 വാക്യം, എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നു. മലയാളത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാം. ഈ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരുന്നാൽ അവർക്ക് ലഭിക്കുന്നതും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന എന്താ സംഭവിക്കുന്നത്? ഇവിടെ കർത്താവ് തന്നെ യജമാൻ പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്, നിന്റെ കണ്ണ് കടിക്കുന്നുവോ? മനസ്സിലായോ? നമുക്കൊക്കെ കണ്ണുകടി ഉണ്ടാകും. അനേക സഹോദരന്മാർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ സഭകളിലൊക്കെയുള്ള സഹോദരന്മാർക്കൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് കണ്ണുകടിയുണ്ട്. കണ്ണുകടി. ഈ സഹോദരൻ ഒരു വീട്, അതെങ്ങനെ കണ്ണുകടി? ജോലി കിട്ടിയതല്ലേ ഉള്ളൂ, അന്നേരം വാഹനം വാങ്ങി, ആ സഹോദരൻ ശുശ്രൂഷ ചെയ്യുന്നു, അതിനൊക്കെ കണ്ണുകടി, ബുദ്ധിമുട്ടാ. ഒരു പക്ഷെങ്കിൽ ആ സഹോദരൻ പ്രസംഗിക്കുമ്പോൾ ബൈബിൾ അടച്ചു വെച്ചിരിക്കുക.
അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം തുറന്നു നോക്കുക. എന്ന് വെച്ചാൽ ആ സഹോദരന്റെ ശുശ്രൂഷ കാണാൻ എനിക്ക് മനസ്സില്ല. അല്ലെങ്കിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോവുക, അദ്ദേഹം ശുശ്രൂഷ ചെയ്യുമ്പോൾ താല്പര്യമില്ലെന്ന് പറഞ്ഞു പോവുക. എന്താ കാരണം? എന്താ കാരണം? കണ്ണുകടിയാ. ഇന്നയാൾ ഇത് ചെയ്യുന്നല്ലോ, ഇന്നയാൾക്ക് ഇത് കിട്ടിയല്ലോ, ഇന്നയാൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. എന്താ പ്രശ്നം? മറ്റുള്ളവരുടേക്ക് തന്നെ നമ്മുടെ കണ്ണ് പൊയ്ക്കൊണ്ടിരുന്നാൽ നമുക്ക് കണ്ണുകടി ഉണ്ടാകും. അതുകൊണ്ട് കർത്താവ് എന്താ പറയുന്നത്? നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നാൽ അവരെ നോക്കി അസൂയപ്പെടാനുള്ള സാധ്യതയും. അതാ ഒന്നാമതായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കാതിരിക്കുക. എന്ന് വെച്ചാൽ അവരെ കരുതാതിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്ന ആശയം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല, അവരുടെ ആവശ്യം വരുമ്പോൾ. എന്നാൽ അവരിൽ തന്നെയാ ശ്രദ്ധ. അവരുമായി എപ്പോഴും ഒരു താരതമ്യം. അവർക്കുള്ളതിനേക്കാളും മികച്ചത് എനിക്ക് വേണം, ഒരു താരതമ്യം. അങ്ങനെ പോയാൽ കണ്ണുകടി ഉണ്ടാകും. രണ്ട് എന്ത് സംഭവിക്കും? ഇവരെ സംബന്ധിച്ചിടത്തോളം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവരെന്തിനാ ഈ പകല് മുഴുവൻ പകലത്തെ വെയിലും ഒക്കെ അനുഭവിച്ച് എന്തിനാ വേല ചെയ്തത്? ഇവർ ആ വെള്ളിക്കാശ് കിട്ടാൻ വേണ്ടി, കൂലി കിട്ടാൻ വേണ്ടി ഇവർ ഈ വേല മുഴുവൻ ചെയ്തത്, പണി മുഴുവൻ എടുത്തത്, വെയിൽ മുഴുവൻ കൊണ്ടത് എന്തിനാ? ഒരു വെള്ളിക്കാശ് കിട്ടാനാ. എന്നിട്ട് യജമാനൻ കൊടുക്കാതിരുന്നോ? ഇല്ല, യജമാനൻ കൂലി കൊടുത്തു. കൃത്യമായിട്ട് ഇവർ പറഞ്ഞു ഒത്തു വന്ന കൂലി ഇവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പൊ ഇവരെന്തിനു വേണ്ടിയാണ് പകല് മുഴുവൻ അധ്വാനിച്ചത്? ഒരുപക്ഷെ ഇവർ വെയിലത്ത് കിടന്ന് കിളയ്ക്കുന്ന സമയത്തൊക്കെ ഇവരുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു വെള്ളിക്കാശ് കിട്ടുമല്ലോ, അതും മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നതൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടിരുന്നത്. പക്ഷെ ഇവർ എന്താണോ ആഗ്രഹിച്ച് അത് കയ്യിലോട്ട് വെച്ചു കൊടുത്തു. പക്ഷേ ഒട്ടും തൃപ്തിയില്ല. ഇന്നും അങ്ങനെ ഉണ്ടല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയാണോ ആഗ്രഹിച്ച് അതൊക്കെ ദൈവം നൽകി, പിന്നീട് അതിനെ നോക്കി ഒരു തൃപ്തിയുമില്ല. പരിഭവം, എപ്പോഴും പെറുപെറുപ്പാ, കുറവ് മാത്രമേ പറയാനൂ. ചിലരുണ്ട്, ഒരു വീടില്ലാതിരുന്ന് വളരെ പ്രാർത്ഥിച്ചു, ദൈവജനത്തോടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു, അങ്ങനെ ദൈവകൃപയാൽ അവസാനം ഒരു വീട് പണിതു. വീടിന്റെ കയറി താമസം എന്ന് വെച്ചാൽ അവരൊന്നിച്ച് പ്രാർത്ഥനയ്ക്കൊക്കെ എല്ലാവരും ഹൗസ് വാമിങ്ങിനൊക്കെ വന്നു. അദ്ദേഹം എഴുന്നേറ്റ് സാക്ഷ്യമൊക്കെ പറയും, യഹോവയാൽ സംഭവിച്ചു, വളരെ മനോഹരമായ, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു വീട് കിട്ടി എന്നൊക്കെ സ്തോത്രമൊക്കെ ചെയ്യും. ഇനി സ്തോത്രം എപ്പോഴും മാറുന്നതെന്നറിയാമോ? അയൽപക്കക്കാരന്റെ വീട് അവനും വീട് വെക്കുക. ഈ വീടിനേക്കാളും ഒരു 500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 200 സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള വീട് ഒരു പുതിയ മോഡലിൽ വെച്ചു. അന്ന് തീരും ഈ പണിയപ്പെട്ട വീടിന്റെ എല്ലാ സ്തോത്രങ്ങളും. പിന്നെന്താ കാണുന്നത്? അവൻ വെച്ച വീടിനേക്കാളും ഒരു മുറി കൂടെ കൂടുതൽ വെക്കണം. പഠിക്കുന്ന ഒരു സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് സ്നേഹത്തോടുകൂടെ പറഞ്ഞതാ. നമ്മുടെ സഭയിലെ ഒരു സഹോദരൻ ഒരു 7 സീറ്റ് കാറുമാണ്. അപ്പോൾ ഈ സഹോദരൻ, ഇദ്ദേഹം വളരെ സ്നേഹമാണ്, നല്ലൊരു സഹോദരൻ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മറുപടിയായിട്ട് ഇങ്ങനെ അദ്ദേഹത്തോട് ഇങ്ങനെ, സഹോദരൻ 7 സീറ്റ് വണ്ടി വാങ്ങിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ബ്രദർ 7 സീറ്റ് വണ്ടി വാങ്ങിയപ്പോൾ എന്റെ വണ്ടി ചെറുതായി പോയി. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ വണ്ടി 5 സീറ്റ് ആണ്. അപ്പൊ വലുത് വാങ്ങിയപ്പോൾ എന്റെ വണ്ടി ചെറുതായി പോയി എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ? ഇത്രയും നാൾ നമുക്കുണ്ടായിരുന്നതിലൊക്കെ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. പക്ഷേ മറ്റൊരാളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് എന്നെക്കാളും ഉണ്ടല്ലോ എന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ പിറുപിറുക്കാൻ തുടങ്ങി. പിന്നെ തൃപ്തിയില്ല. ദൈവം നൽകിയത് പിന്നെ കാണുവാൻ കണ്ണില്ലാത്ത അല്ലെങ്കിൽ മനസ്സില്ലാത്ത അവസ്ഥയിലേക്കും, തൃപ്തിയില്ലാത്ത ജീവിതം. ഇന്ന് എത്രയോ ആളുകളാ ജീവിതമൊക്കെ വളരെ കഷ്ടപ്പാടിൽ മുന്നോട്ട് കൊണ്ടുപോകും. എന്തിനാ? ദൈവകൃപയാൽ അവർക്ക് ആസ്വദിച്ച് ഭക്ഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വസ്ത്രവും നല്ല നിലയിൽ ജീവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ദൈവം നൽകിയിട്ടുണ്ടെങ്കിലും അവർ വളരെ ഇല്ലായ്മയുള്ളവരെ പോലെ ജീവിക്കും. ഉണ്ടായിട്ടും ഇല്ലായ്മയിൽ ജീവിക്കും. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് കൊണ്ടൊന്നുമല്ല. ഇവര് ശേഖരിക്കുക എന്തിനാ? മറ്റവരെക്കാളും അധികം ഉണ്ടാകുവാൻ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഞാനത് അധികം വിശദീകരിക്കും. രണ്ടാമത്, തൃപ്തിയില്ലാത്തവരായിത്തീരും. മറ്റുള്ളവരെ നോക്കിയാൽ തൃപ്തിയില്ലാത്തവരായിത്തീരും. മൂന്നാമത് നാം ഇവിടെ കാണുന്നത്, ഇവർ കൂലി വാങ്ങിയിട്ട് ആരോടാ പിറുപിറുക്കുന്നത്? 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കൂലി വാങ്ങിയിട്ട് അവർ വീട്ടുടയവന്റെ നേരെ പിറുപിറുത്തു. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പറയാം, ആരാണ് കൂലി കൊടുത്തത് അവർക്കെതിരെ യജമാനന്റെ നേരെ പിറുപിറുത്തു. ഇന്ന് ആർക്കെതിരെ കയ്പ് ഇവിടെ ഉളവായി? ആർക്കെതിരെയായി നമുക്ക് ഇന്ന് കയ്പ് ഉളവാകുന്നത്? നമ്മുടെ കൂട്ടു സഹോദരന് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സത്യത്തിൽ ഉള്ളുകൊണ്ട് ദൈവത്തോടാ പരാതി. ദൈവമേ, എന്നാലും എനിക്കിത് തന്നില്ലല്ലോ, എന്നെക്കാളും കഴിവില്ലാത്ത ആൾക്ക് അത് കൊടുത്തല്ലോ, പക്ഷെ എനിക്ക് അങ്ങ് ഇതുവരെ നൽകി. ഇത്രയും നാൾ ഞാൻ കർത്താവിനെ സേവിച്ച് ആരാധിച്ചു, കർത്താവിന് വേലയ്ക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്കിത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആരോടാ പെറുപിറുപ്പ്? കർത്താവിനോടാ, ദൈവത്തോടാ പെറുപിറുപ്പ്. പുറമേ ഒന്നും പറയത്തില്ലെങ്കിലും, പുറമേ സ്തോത്രമൊക്കെയാ പറയുന്നെങ്കിലും ഉള്ളിൽ ദൈവത്തോടാ കയ്പ്. ഇനി പ്രാർത്ഥനയും വേണ്ട, ഇനി കർത്താവിന് വേലയ്ക്കുള്ള കൊടുപ്പ് നിർത്തി. കാരണം എന്താ? പറഞ്ഞു വരുന്നത് കാരണം എന്താ? ഈ മറ്റുള്ളവരെ നോക്കിയപ്പോൾ താരതമ്യം ചെയ്തപ്പോൾ അവരെക്കാളും കുറവാ എനിക്ക് എന്നൊരു തോന്നൽ.
ദൈവത്തിനോട് കയ്പുള്ളവരായി, ഉള്ളിൽ ദൈവത്തോട് കയ്പുള്ളവരായി ജീവിക്കുന്ന പലരും. അതുകൊണ്ട് അവർക്ക് ആരാധിക്കാൻ സന്തോഷം കാണുകയില്ല, പ്രാർത്ഥിക്കുവാൻ സന്തോഷം കാണുകയില്ല. എന്താ കാരണം? ദൈവത്തോട് കയ്പാണ്. മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരുന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഈ ഉപമയിലൂടെ കർത്താവ് മുന്നറിയിപ്പ് നൽകി. ഒന്ന്, ദൈവവുമായി ഒരു വിലപേശലിൽ നിൽക്കരുത്. രണ്ട്, മറ്റുള്ളവരെ നോക്കിക്കൊണ്ടാവരുത് നമ്മുടെ ജീവിതം. ദൈവം നമുക്ക് എന്താ നൽകിയിരിക്കുന്നത്? ഇവർ മറന്നുപോയൊരു കാര്യമുണ്ട്. എന്താ? കർത്താവ് ഇവർക്ക് എന്താണ് ഇവർ ആഗ്രഹിച്ചത്, ഇവരുടെ സ്വപ്നമായിരുന്നത്, ഓരോ വെള്ളിക്കാശ കയ്യിലോട്ട് വെച്ചു കൊടുത്തു. പക്ഷെ ഇവർക്ക് തൃപ്തിയില്ല, വെറുപ്പ്. മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരുന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതൊന്നും കാണുവാൻ നമുക്ക് കഴിയുകയില്ല. അത് കാണാനുള്ള കണ്ണ് നമുക്കില്ലാതെ പോകും. പ്രിയരെ, നമുക്ക് ദൈവം എത്രയോ നന്മകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ദൈവം ആരോഗ്യം നൽകിയിട്ടുണ്ട്. നമുക്ക് ദൈവം ശ്വസിക്കുവാൻ ദൈവം അനുവദിക്കുന്നു. ആഹാരം കഴിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. ആഹാരം വാങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. നമുക്ക് പാർപ്പാൻ സ്ഥലമുണ്ട്, സഞ്ചരിപ്പാൻ വഴികളുണ്ട്, നടപ്പാൻ ആരോഗ്യമുണ്ട്, എഴുന്നേറ്റ് നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ എത്രയോ അധികമാണ്. ഇതൊന്നും കാണുവാൻ പലപ്പോഴും നമുക്ക് കണ്ണുകളില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന ഒരു കുറവും അത് തന്നെയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പൊ മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ ദൈവം നൽകിയതൊന്നും കാണുവാൻ നമുക്ക് കണ്ണില്ലാത്തവരായി തീരും. അസൂയ കണ്ണുകടി ഉള്ളവരുമായി തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേഗത്തിൽ മൂന്നാമത്തെ മുന്നറിയിപ്പൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഉപമ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപും ഈ ഉപമ അവസാനിപ്പിക്കുന്നതും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടാണ്. 19-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിൽ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: എങ്കിലും മുൻപന്മാർ പലർ പിമ്പന്മാരും, പിൻപന്മാർ മുൻപന്മാരും ആകും. ഇനി ഈ ഉപമ അവസാനിക്കുന്നത് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ്. 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ പിൻപന്മാർ പലർ, അങ്ങനെ പിൻപന്മാർ മുൻപന്മാരും, മുൻപന്മാർ പിൻപന്മാരും ആകും. അപ്പൊ ഒരേ ആശയമാണ്, ഒരേ കാര്യമാണ് കർത്താവ് ഈ ഉപമയ്ക്ക് തൊട്ട് മുൻപും ഉപമയുടെ അവസാനവും പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു വരുന്നത്, ഇവിടെ മുമ്പന്മാരായി നിന്നവരുണ്ട്. ഈ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ 1-ാം മണി നേരത്തെ വേലക്കിറങ്ങിയവർ പറയുന്നത് ഇങ്ങനെയാ: തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു. മുൻപന്മാർ വന്നു, അവർക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു. അവരുടെ മനസ്സിൽ ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടായിരുന്നു: ഞങ്ങൾ ആരാണ്? ഞങ്ങൾ മുൻപന്മാരാ. ഞങ്ങൾ 12 മണിക്കൂർ വേല ചെയ്തവരാ. ഞങ്ങള് ഈ യജമാനു വേണ്ടി അധികം വേല ചെയ്തവരാണ്. അതുകൊണ്ട് ന്യായമായിട്ട് ഞങ്ങൾ ആ മുൻപന്മാർ. അങ്ങനെ ചിന്തിച്ചവരായിരുന്നു. എന്നാൽ കർത്താവ് ഇവിടെ പറയുക, മുമ്പന്മാർ പിൻപന്മാരും, പിൻപന്മാർ മുൻപന്മാരും ആണ്. ഇത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയരെ, ഇവിടെ പറയുന്നത് ചില ആളുകളൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്താ പറഞ്ഞു വരുന്നത്? അതുകൊണ്ട് സഹോദരൻ, നമ്മൾ ചെയ്യേണ്ടത് എന്താ? യോഗത്തിന് ചെന്നാൽ സഭയുടെ ഏറ്റവും പുറകിൽ പോയിരിക്കണം. കാരണം കർത്താവ് പിൻപന്മാരെ മുമ്പന്മാരാക്കും. അതുകൊണ്ട് ഏറ്റവും സഭയുടെ ഏറ്റവും പുറകിൽ പോയി. അതല്ല ഇതിന്റെ ആശയം. എന്താ വെച്ചാൽ പുറകിൽ പോയി പുറകിലിരിക്കുന്നവരെ ഞാൻ കുറ്റം പറയല്ല കേട്ടോ. എവിടാണോ അതിലൊന്നും അല്ലല്ലോ പ്രാധാന്യം. അപ്പം പുറകിൽ ഒരു ശുശ്രൂഷയും ചെയ്യണ്ട, നീ സഭയിൽ പോയാൽ മിണ്ടാതിരുന്നോണം, പോന്നോണം. അങ്ങനെയുള്ളവർ കുറെ നാൾ കഴിയുമ്പോൾ മുമ്പന്മാരായി തീരും. അതുമല്ല ഇതിന്റെ ആശയം. പിന്നെന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ്. എന്റെ ഹൃദയത്തിൽ ഞാൻ മുൻപനാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് ഇവിടെ പറയുക, പത്രോസ് ചിന്തിച്ചത് അങ്ങനെയായിരുന്നു: കർത്താവെ, ഞങ്ങൾ സകലം വിട്ടിട്ട് നിന്നെ അനുഗമിച്ചു. ആ ധനികനെ വെച്ച് നോക്കുമ്പോൾ, യുവ ധനികനെ വെച്ച് നോക്കും, ഞങ്ങൾ വളരെ മുൻപന്മാരാ. അപ്പൊ കർത്താവ് പറഞ്ഞു, പത്രോസ്, നീ ഉള്ളിൽ മുമ്പനാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിന്റെ മുമ്പിൽ നീ പിൻപനായി പോകും. ദൈവത്തിന്റെ മുമ്പിൽ നീ പിൻപനായി പോകും. മറിച്ച് നിന്റെ ഉള്ളിൽ ഞാൻ ഒന്നും ആയിട്ടില്ല കർത്താവെ, ഞാൻ അങ്ങേയ്ക്കായി ഒന്നും ചെയ്തിട്ടില്ല, ആഗ്രഹിക്കുന്ന നിലയിലൊന്നും ഞാൻ വന്നിട്ടില്ല എന്ന മനോഭാവത്തോടു കൂടി ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നാം മുമ്പന്മാരായി തീരും. ചില നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: സഹോദരൻ, ഞങ്ങളൊക്കെ ബത്ലഹേംകാരാണ്. അപ്പം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടുകയില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ചിലരുണ്ട്, ബാക്കിയുള്ള സഭയിലെ ചില ആളുകൾ, അവര് നസ്രയത്തുകാരാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ പേര്, പിന്നെ ഇവര് ബഥാന്യക്കാരാണ്, ബഥേലുകാർ, അങ്ങനെയൊക്കെ പോവുകയാണ്. അപ്പൊ എനിക്ക് പിടികിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വിശദീകരിച്ചു. കർത്താവ് ചില ഉപമകൾ വിശദീകരിച്ച് പറയുന്നു. അദ്ദേഹം തന്നെ വിശദീകരിച്ച് പറഞ്ഞു, ചിലർ നമ്മുടെ സഭയിൽ ബത്ലഹേംകാർ എന്ന് വെച്ചാൽ സഭയുടെ തുടക്കം മുതലേ ഉള്ളവരെന്ന് വെച്ചാൽ പാരമ്പര്യപരമായി 4-ാമത്തെ 5-ാമത്തെ തലമുറയായിട്ട് ഞങ്ങൾ ബ്രദറുകാരാ. അപ്പൊ ഞങ്ങൾ ആരാണ്? ഞങ്ങൾ ബത്ലഹേംകാരാ. കർത്താവ് ജനിച്ച സ്ഥലം ബത്ലഹേം, ഞങ്ങൾ ബത്ലഹേംകാരാ. അതിന് പിന്നാലെ വന്നവർ നസ്രയത്തുകാര്, അതിന് പിന്നാലെ വന്നവർ അങ്ങനെ കാറ്റഗറിയെ തിരിച്ചിരിക്കുക. അപ്പൊ പറഞ്ഞു വരുന്ന ആശയം എന്താ? ഞങ്ങൾ മുൻപന്മാരാ എന്ന് വെച്ചാൽ നമുക്ക് നല്ല ആത്മീയ പൈതൃകം ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ അതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ 10-ാം തലമുറ, 4-ാം തലമുറക്കാരനാണ്, പക്ഷേ ബൈബിൾ എത്ര പുസ്തകം ഉണ്ടെന്ന് ചോദിച്ചാൽ
52 അല്ലേ സഹോദര എന്ന് ചോദിക്കുന്ന തലത്തിൽ നിൽക്കുന്ന ആത്മീയ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഉള്ളിൽ എന്താ ചിന്തിക്കുന്നത്? ഇത്ര തലമുറ ആയതുകൊണ്ട് ഞങ്ങൾ മുമ്പന്മാരാണ്. അല്ല, ഹൃദയത്തിൽ നമ്മുടെ മനോഭാവം എങ്ങനെയാ? ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നു, കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നു, കർത്താവിന് വേണ്ടി വചനത്തിൽ വളരുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ആകേണ്ടത് പോലൊന്നും ആയിട്ടില്ല. ഉള്ളിലൊരു പിൻപ മനോഭാവമാണ്. കർത്താവ് പറയുക, അങ്ങനെ പിൻപന്മാരായി നിൽക്കുന്നവരെ ദൈവത്തിന് മുമ്പിൽ മുൻപന്മാരായി തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇനി അധിക വിശദീകരണത്തിലേക്ക് കടക്കാതെ ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഒരു അല്പം കൂടെ കൺക്ലൂഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവ് ഈ ഉപമയിലൂടെ 3 മുന്നറിയിപ്പുകൾ നൽകുക. ദൈവമായി ഒരു വിരപേക്ഷലിന് നിൽക്കരുത്. കർത്താവ് എന്താണോ നൽകുന്നത്, ദൈവത്തിന്റെ ഹിതം എന്താണോ അതിന് നാം സമർപ്പിക്കുന്നവരായിത്തീരണം. 2, മറ്റുള്ളവരെ നോക്കി ആവരുത് നമ്മുടെ ജീവിതം. കർത്താവ് നമുക്ക് എന്താണ് നൽകിയിരിക്കുന്നത് അതിൽ തൃപ്തിയോടുകൂടെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകലവും അതിൽ തൃപ്തിയുള്ളവരായി ജീവിപ്പാൻ നമുക്ക് ആവശ്യമുണ്ട്. 3, ഉള്ളിൽ പിൻപന്മാരായിരുന്നാൽ ദൈവത്തിന് മുൻപന്മാരായിരിക്കും. മറിച്ച് ഞാൻ അഹങ്കാരത്തോടുകൂടെ ഞാൻ എന്തോ ആണ് എന്ന നിലയിൽ മുൻപോട്ട് പോയാൽ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പിൻപനായി പോകും. അതുകൊണ്ട് പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമായി തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച ഒന്നിച്ച് വീണ്ടും ദൈവവചന പഠനത്തിനായി, ഇതിന്റെ തുടർ പഠനത്തിനായി കൂടി വരാം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.